ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇടർച്ച എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്ന പാഠങ്ങളാണ്. ഇടർച്ച എന്നത് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന കാര്യമാണ്. സംശയിക്കുന്നവർക്ക് സംഭവിക്കും, തെറ്റിദ്ധാരണയുള്ളവർക്ക് സംഭവിക്കും, കഷ്ടത അനുഭവിക്കുന്നവർക്ക് സംഭവിക്കും. പല തരത്തിൽ ഇടർച്ച വരും. പലരെക്കുറിച്ചും നമ്മൾ ഇടറിപ്പോയവരെക്കുറിച്ച് പഠിക്കുന്നത് യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തവരൊക്കെ ഇടറും. അത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതാണ്. എന്നാൽ ഈ ഇടർച്ച ഈ ലോകത്തിൽ വെച്ച് തന്നെ മാറ്റിയെടുത്താൽ അവൻ ബലം ധരിക്കാനിടയായിത്തീരും. അതൊരു അനുഭവ പാഠമായി ഇനി ഇടറാതെ വണ്ണം ഉറപ്പും ബലവും പ്രാപിപ്പാനിടയായിത്തീരും. എന്നാൽ കാലങ്ങളങ്ങ് മാറുന്തോറും ഇതാ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും സംഭവിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നത് ആ സമയത്ത് ഇടറിയാലോ, കർത്താവിൻ്റെ വരവെങ്കിൽ ഇടറിയാലോ, അത് ഏറ്റവും കഷ്ടമായിരിക്കും, അത് ഏറ്റവും ദുഃഖമായിരിക്കും. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് ലോകരക്ഷിതാവായിട്ട് കാലാവസാനത്തിൽ വരുമെന്നുള്ളത് ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് വരും. അബ്രഹാമിൻ്റെ സന്തതിയിൽ ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിക്കും. ബേത്ലഹേമിൽ വരും. അടയാളങ്ങൾ, സകല വിധത്തിലുള്ള അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ക്രിസ്തു ജനിക്കുന്നത് എങ്ങനെയെന്ന് ഹെരോദാവ് അന്വേഷിച്ചറിഞ്ഞ് കൃത്യമായ സ്ഥലം, കൃത്യമായ അടയാളങ്ങൾ ഒക്കെ കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് കാലത്തിൻ്റെ അവസാനമാണ്. അതേപോലെ തന്നെ ഒരു ദിവസം കർത്താവ് ഈ ഘട്ടത്തിലും വരും. എന്നാൽ അന്ന് ഈ കാത്തിരുന്നവർ തന്നെ വന്ന ആൾക്ക് വിരോധമായി തീർന്നു. അവനെ ക്രൂശിക്കാനും ഉപദ്രവിക്കാനും അവനെ വാക്കിൽ പിടിക്കാനും അവനെ സകല വിധത്തിലും അപമാനിക്കാനും എല്ലാം ഇടയായി തീർന്നു. കാരണം അവരിടറിപ്പോയി. അവൻ്റെ പിതൃഭവനത്തിലുള്ളവർ, സ്വന്തപ്പെട്ടവർ മുഴുവനും ഇവൻ തച്ചൻ്റെ മകനല്ലേ, മറിയല്ലേ ഇവൻ്റെ അമ്മ, ഇവൻ്റെ സഹോദരന്മാർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, യോസേപ്പല്ലേ ഇവൻ്റെ അപ്പൻ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്. കാരണം അവർ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ മെനക്കെട്ടില്ല, തിരിഞ്ഞില്ല. അതിനാൽ അവരിടറിപ്പോയി. അവർ കർത്താവിനെ അത്രയും അറിഞ്ഞ് അവിടെ നിർത്തി. പിന്നെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല. ദൈവമാകട്ടെ കൂടുതൽ അത്ഭുത പ്രവൃത്തി അവിടെ ചെയ്യാനും സാധിച്ചില്ല. മറ്റു ചിലർ ഇവൻ പാപിയാണെന്ന് കണ്ടെത്തി. അത്ഭുത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൽ നിന്നുള്ളവനല്ല, പാപിയാണെന്ന് കണ്ടെത്തി. കാരണം അത് ശവത്തിൽ ഇവൻ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവൻ പാപിയാണെന്ന്, ന്യായപ്രമാണ ലംഘിയാണെന്ന് അവർ കണ്ടെത്തി. അവരും ഇടറിപ്പോയി. ഇങ്ങനെ ന്യായപ്രമാണ പ്രകാരവും ലോകമര്യാദ പ്രകാരവും എല്ലാം പഠിച്ചു വന്നപ്പോഴേക്കും, എല്ലാം പ്രവർത്തിച്ചു വന്നപ്പോഴേക്കും അന്നുണ്ടായിരുന്ന അധികം പേരും ഇടറിപ്പോകാനിടയായി തീർന്നു. ഇതുപോലെ തന്നെ ഒരു ഇടർച്ച കർത്താവിൻ്റെ ഇനിയത്തെ വരവിലും ഉണ്ടെന്ന് കർത്താവ് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുക. അതാണ് നമ്മൾ ഫിലിപ്പിയർ 1 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അവരുടെ വരവെങ്കിൽ ഉള്ള ഇടർച്ച ഇതുപോലെ തന്നെ ഉണ്ടാവും. അവനാണോ വരുന്നത്? ഇങ്ങനെയാണോ വരുന്നത്? എന്തിനാണ് വരുന്നത്? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനിയുള്ള വരവിലും സംശയിച്ച് ഇടറിപ്പോകുന്ന അവസ്ഥയുണ്ട്. അത് കർത്താവ് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട്
അത് ഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് കഴിഞ്ഞ ചില പാഠങ്ങളിൽ നമ്മൾ പ്രകാരം ചിന്തിച്ചു. അവനെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കണം. ഹൃദയം എന്ന മാംസപ്പലകയിൽ ഹൃദയത്തിൽ ക്രിസ്തുവിനെ വരച്ചു കിട്ടണം. എങ്ങനെ വരച്ചു കിട്ടണം? താൻ ആയിരിക്കും പോലെ തന്നെ വരയ്ക്കാം. യേശു എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഹൃദയത്തിൽ വരച്ചു കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റുകയില്ല. പ്രത്യക്ഷമാകുമ്പോൾ കാണാൻ പറ്റും. മറ്റൊന്ന്, അവനെ ജഡപ്രകാരം അറിഞ്ഞാൽ പോരാ. അവൻ മറിയയുടെ മകനും യോസഫിൻ്റെ മകനും എന്നുള്ളതല്ല. പിന്നെയോ, ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായൻ്റെ തേജസ്സായി കണ്ടു. ദൈവപുത്രൻ്റെ തേജസ്സായിട്ട് കണ്ടെത്തി. അപ്പോൾ അവിടെ നോക്കിയവർ കണ്ടു. എന്ത് കണ്ടു? മറിയയുടെ മകനെ കണ്ടു, തച്ചനെ കണ്ടു. ശ്രദ്ധിച്ചു നോക്കിയവരോ? എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ശ്രദ്ധിച്ചു നോക്കിയവർ കണ്ടു. എന്ത് കണ്ടു? ഇവൻ ജീവന്റെ വചനമാണ്. ഇവൻ പത്രോസ് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പുത്രനാണ്. ശിഷ്യന്മാര് അനേകർക്ക് വെളിപ്പെട്ടു പോയവൻ ക്രിസ്തുവാണ്. അവന്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സാണ്. ഇങ്ങനെ കണ്ടെത്തിയവര് അവര് രക്ഷപ്പെട്ടു. അതിന്റെ വഴിക്ക് പോയി. അല്ലാത്തവരൊക്കെ ഇടറിപ്പോയി. ഇനിയും ഒരിടർച്ച ദൈവജനത്തിന് വരാതിരിക്കാൻ ദൈവം സൂചിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ എടുത്ത് ചിന്തിക്കുകയാണ് ഈ പാഠങ്ങളിൽ കൂടി ചെയ്യുന്നത്. ഇനിയും ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ളത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടർച്ചയുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു വചനം വായിക്കാം. 1 തെസ്സലോനിക്കർ 4:15. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഉണ്ടാകാനിരിക്കുന്ന അനുഭവമാണ്. അതിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, നിദ്ര കൊണ്ടവർക്ക് മുൻപാകുകയില്ല. ക്രിസ്തുവിൽ മരിച്ച്, അതായത് ജീവനോടെ ശേഷിക്കുന്നവർക്ക് മുൻപേ ക്രിസ്തുവിൽ മരിച്ചു പോയവർക്ക് ഏറ്റവും ആദ്യം മുൻഗണന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക്. അങ്ങനെ സംഭവിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, കർത്താവിന്റെ വരവിങ്കൽ 3 ശബ്ദം ഉണ്ടാകും. ഒന്ന്, ഗംഭീരനാദം. കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഗംഭീരനാദം. യേശു ശബ്ദിക്കുന്ന ശബ്ദം. ആ ശബ്ദം എങ്ങനെയുള്ളത് എന്നുള്ളത് ഏറെക്കുറെ നമ്മൾ പഠിക്കാമെന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കില്ല. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നതിന് ശേഷം യേശു പ്രാർത്ഥിച്ചു. അതിനുശേഷം ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ പറഞ്ഞു. ലാസർ ആ ശബ്ദം കേട്ട് ജീവിച്ച് പുറത്തു വന്നു. ഇതുപോലെ ഒരു ശബ്ദം മാത്രം പോരാ ഇനിയുമുള്ള വരവിൽ. ഇനിയുമുള്ള വരവിൽ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും കല്ലറയിൽ അടക്കപ്പെട്ടവർ വരെ എഴുന്നേൽക്കണം.
അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത്, കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നു. എങ്ങനെയാ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നു? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിന്റെ വചനം ഒരാൾ കേൾക്കണമെങ്കിൽ അത് വെറുതെ കേൾക്കില്ല. അതിന്റെ കാരണം, ദൈവം മനുഷ്യനെ തൻ്റെ മന്ദിരമാക്കി സൃഷ്ടിച്ചതാണ്. വലിയൊരു തോട്ടം ഉണ്ടാക്കിയതിനു ശേഷം ആ തോട്ടത്തെ സൂക്ഷിക്കാൻ അതിൻ്റെ ഉടമസ്ഥൻ താൽക്കാലിക വാസസ്ഥലം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഏറുമാടമെന്നൊക്കെ പറയും, കാവൽ മാടമെന്നും ഏറുമാടമെന്നൊക്കെ പറയും. അതിനകത്താണ് അതിൻ്റെ ഉടമസ്ഥൻ വസിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്, ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ഈ ലോകത്തെ സംരക്ഷിക്കാൻ, ഈ ലോകത്തെ പരിപാലിക്കാൻ തനിക്കൊരു വാസസ്ഥലം, ഒരു ഭവനം, ഒരു കാവൽമാടം അതുണ്ടാക്കിയതാണ് മനുഷ്യൻ. ദൈവം മനുഷ്യനിൽ വസിച്ചുകൊണ്ട് ഈ പ്രവൃത്തി, തൻ്റെ സൃഷ്ടിയൊക്കെയും പരിപാലിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് സകലതും അവൻ്റെ കാൽക്കീഴാക്കി. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഇങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം ഈ കൂടാരത്തിനകത്തേക്ക് സൃഷ്ടിച്ചവൻ കടന്നത് എങ്ങനെയാ? അതിനു മുമ്പായി ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരമാണെങ്കിൽ, ദൈവത്തിൻ്റെ വാസസ്ഥലമാണെങ്കിൽ, അവൻ്റെ ശരീരം എങ്ങനെയുള്ളതായിരിക്കും? വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മറ്റൊന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒന്നാമത് അവൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടാവും അവനെ നടത്താൻ. രണ്ടാമത്തത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കും. ദൈവപുത്രൻ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് ദൈവ തേജസ് ഉണ്ടാകും. ഇങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാം ദൈവത്തിൻ്റെ മന്ദിരമായി ഇരുന്നത്. അതായത് ശരീരത്തിൽ പരിശുദ്ധാത്മാവും ഹൃദയത്തിൽ ക്രിസ്തുവും മുഖത്ത് ദൈവ തേജസ്. ഇതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മന്ദിരം. അതുകൊണ്ടാണ് പാപത്തിന് മുമ്പ് മനുഷ്യൻ്റെ ജീവിതത്തിലെ 6 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാനുഷികമായ ഘടകങ്ങൾ, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്നത് വസിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗങ്ങളായിട്ട് പരിശുദ്ധാത്മാവും ദൈവപുത്രനായ ക്രിസ്തുവും അല്ലെങ്കിൽ പുത്രത്തിൻ്റെ ആത്മാവും മുഖത്ത് ദൈവതേജസ്, ഇങ്ങനെ 6 ഘടകങ്ങൾ മനുഷ്യനുണ്ടായി. ഇവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഇവനാണ് യഥാർത്ഥ മന്ദിരം, ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് അതാണ്. ഈ 6 ഘടകങ്ങൾ ആദാമിന് ഹവ്വയ്ക്കുണ്ടായിരുന്നതാ. എന്നാൽ ഈ 6 ഘടകങ്ങൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകത്തക്കവണ്ണം മനുഷ്യനിൽ പാപം വന്നു. പാപം വന്നതോടുകൂടി
പരിശുദ്ധാത്മാവ് മാറി, ക്രിസ്തു മാറി, മുഖത്ത് ദൈവദേശം പോയി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. അങ്ങനെ ആയി തീർന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു നിർത്തിയതിനു ശേഷം ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണെന്നുള്ള അത് നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മൾ പുതിയ നിയമത്തിൽ ചിന്തിക്കേണ്ടത് ഇതെങ്ങനെയാണെന്ന് അറിയാലോ. ദൈവസഭയിൽ പ്രവേശിച്ച എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദാമിൽ പ്രവേശിച്ച എങ്ങനെയാണെന്ന് നമുക്കറിയാം. ദൈവസഭയിൽ അപ്പോസ്തലരുടെ ദിവസം 10-ാം അധ്യായത്തിൽ കൊർന്നേല്യോസിന്റെ ഭവനക്കാരോട് സുവിശേഷം അറിയിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വരും. 2, അനുസരിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിച്ചു കഴിഞ്ഞാൽ സ്വപുത്രന്റെ ആത്മാവും ഹൃദയങ്ങളിൽ വരും. സ്വപുത്രന്റെ ആത്മാവ് ഹൃദയത്തിലുണ്ടെങ്കിൽ മുഖത്ത് ദൈവദേശം ഉണ്ടാവും. ഇങ്ങനെ സഭയ്ക്ക് ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്താ? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, പ്രാണന്റെ വീണ്ടെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് ശരീരത്തിൽ പരിശുദ്ധാത്മാവും ഹൃദയത്തിൽ പുത്രത്തിന്റെ ആത്മാവും മുഖത്ത് ദൈവദേശമായിട്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടതാണ്, മരണമില്ലാതെ. പക്ഷെ അത് സാധിക്കാതെ വന്നതിന്റെ കാരണം ശരീരത്തിന് വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത് ഇത്രയും ചിന്തിച്ചതിന്റെ കാരണം, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ കൂടാരമാണ്. അത് ദൈവം സൃഷ്ടിച്ചതാണ്. ഈ കൂടാരത്തിന്റെ 3 ഭാഗങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ്. ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി എന്ന് പറയുന്നത് കേൾവിയാണ്. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയത്തിൽ വന്നു. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി വചനത്താൽ വരുന്നു, വചനം പ്രസംഗിക്കുന്നതിനാൽ വരുന്നു, പ്രസംഗിക്കുന്നതിന് പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനായുള്ള വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ പരിശുദ്ധാത്മാവും ഹൃദയത്തിൽ സ്വപുത്രന്റെ ആത്മാവും മുഖത്ത് ദൈവദേശം വരുന്നു. ഇതാണ് ഈ ദൈവത്തിന്റെ മന്ദിരം, അല്ലെങ്കിൽ ഈ കൂടാരം, ദൈവം വസിക്കാൻ തക്കവണ്ണം പ്രവേശിക്കാനുള്ള വ്യവസ്ഥ. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെ? എവിടെ നിന്ന് സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ ദൈവം പ്രവേശിച്ചു? ആ വ്യവസ്ഥ എന്താണ്? ഇങ്ങനെ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ അവന്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടാകും? ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ഇതിൽ നിന്ന് ചിന്തിച്ചത് പ്രകാരം തന്നെ ഗ്രഹിച്ചു കൊള്ളാം. അടുത്ത ഘട്ടം, ഇതേ വാതിലിൽ കൂടി വേറൊരു വചനം വന്നു. പാമ്പ് ഹവ്വയോട് ചോദിച്ചു, ഈ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലവും തിന്നാം. വല്ല ഫലവും തിന്നാം, പക്ഷെ നന്മതിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നടുക്ക് നിൽക്കുന്നുണ്ട്, അത് തിന്നരുത്, അത് തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തൊടാൻ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോ പാമ്പ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മരിക്കില്ല, അതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. ഈ വാക്കാണ് ഹവ്വയെ സ്വാധീനിച്ചത്. ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയും, ഈ ഫലം പറിച്ചു നിന്നാൽ മതി. അതോടുകൂടി നമ്മൾ ഈ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ
വ്യവസ്ഥ ആദ്യമേ നമ്മൾ പഠിച്ചു. ഒരു വീടുണ്ടാക്കിയതിന് ശേഷം ആ വീട്ടിലേക്ക് നമുക്ക് സമർപ്പണം വെച്ച് അതിലേക്ക് പ്രവേശിപ്പാൻ അതിൻ്റെ മുൻവശത്തെ പ്രധാന വാതിൽ അടച്ചിട്ട് പ്രാർത്ഥിച്ച് തുറന്ന് അകത്തേക്ക് എല്ലാവരും പ്രവേശിക്കും. ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അവന് വ്യവസ്ഥ വെച്ചിരിക്കുന്നത് വിശ്വാസമാണ്, വചനത്തിലെ വിശ്വാസം. വിശ്വാസം കേൾവി വചനത്താൽ. അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ വചനം കേട്ട് വിശ്വസിക്കണം, അനുസരിക്കണം, ദൈവത്തെ ഭയപ്പെടണം, അല്ലെങ്കിൽ വചനം അരുളി ചെയ്തവനെ ഭയപ്പെടണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് ഈ വ്യക്തി പ്രവേശിച്ചു. അത് ദൈവമായാലും പിശാചായാലും മനുഷ്യനായാലും ഏത് ദുരാത്മാവായാലും ഈ ഒറ്റ കാര്യം മതി. ഒരാളുടെ അടുത്ത് ചെന്നതിന് ശേഷം പറയുകയാണ്, പുറപ്പെടുവിച്ച വചനം, അവനാണ് ലോകരക്ഷകൻ എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും കേട്ടവർ വിശ്വസിച്ചു. ലോകരക്ഷകൻ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ അതിന് അനുസരണം കാണിക്കും. അനുസരിച്ചു, അവനെ ഭയപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞവനകത്തേക്ക് പ്രവേശിച്ചു. അതെ, ഈ ഭവനത്തിന്റെ പ്രത്യേകത ഏതാ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നമ്മൾ ദൈവത്തിന്റെ ഭവനത്തിൽ പഠിക്കുക. അത് ദൈവത്തിന്റെ ലക്ഷ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും മന്ദിരമാക്കാം. പക്ഷെ ഈ ആള് വിശ്വസിക്കണം, പറയുന്ന കാര്യങ്ങൾ ഈ ആള് വിശ്വസിക്കണം, ഭയപ്പെട്ട് അനുസരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ ഇതിനകത്ത് പ്രവേശിക്കും. സാത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഹവ്വ ഗ്രഹിച്ചതിന് ശേഷം താരതമ്യം ചെയ്തു. എങ്ങോട്ട് താരതമ്യം ചെയ്തു? കർത്താവ് പറഞ്ഞതുമായിട്ട് താരതമ്യം ചെയ്തു. കർത്താവ് പറഞ്ഞു മരിക്കുമെന്ന്, സാത്താൻ പറഞ്ഞു മരിക്കില്ല എന്ന് പറഞ്ഞത് വിശ്വസിച്ചു. കർത്താവിനെ അവിശ്വസിച്ചു. തീർന്ന്. അതോടുകൂടി ദൈവത്തിന്റെ മന്ദിരം എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കാനുള്ള അവകാശം പോയി. ക്രിസ്തു പോയി, ഇന്നിറങ്ങിപ്പോയി. കാരണം ക്രിസ്തുവിലുള്ള വിശ്വാസം പോയി. വിശ്വാസത്താലേ ക്രിസ്തു ഉള്ളിൽ നിൽക്കുള്ളൂ. വിശ്വാസം പോയി പിന്നെ ക്രിസ്തു നോക്കൂ. മുഖത്ത് ദൈവദേശം പോയി. ക്രിസ്തു ഇല്ലാതെ ദൈവദേശം ഉണ്ടാവും? ഇല്ല. ഇതിന് നൽകിയ പരിശുദ്ധാത്മാവ് മാറി. മനുഷ്യൻ പാപിയായി തീർന്നു. മാത്രമല്ല, പാപിയായി തീർന്നു പറഞ്ഞാൽ പോരാ. നമ്മളൊരു 6 ഘടകങ്ങൾ പഠിച്ചു. ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളോടുകൂടിയ മനുഷ്യൻ ശരീരത്തിൽ പരിശുദ്ധാത്മാവും ഹൃദയത്തിൽ പുത്രത്വത്തിന്റെ ആത്മാവും മുഖത്ത് ദൈവദേശത്തോടും കൂടിയ 6 ഘടകങ്ങളുള്ള ദൈവത്തിന്റെ മന്ദിരം അല്ലെങ്കിൽ കൂടാരമായി തീർന്നു. ഈ കൂടാരം മാറി. ഈ അവസ്ഥ മാറിയതിനു ശേഷം എതിരാളിയുടെ വചനത്തെ വിശ്വസിച്ചത് മുഖാന്തരം, അതിനെ ഭയപ്പെട്ട് അനുസരിച്ചത് മുഖാന്തരം അവനകത്തേക്ക് പ്രവേശിച്ചു. എവിടെ പ്രവേശിച്ചു? ദൈവം എങ്ങനെ ഈ മനുഷ്യ ശരീരത്തെ തന്റെ മന്ദിരമാക്കി കൊണ്ടു നടന്നുവോ അതുപോലെ തന്നെ പിന്നെ സാത്താനും കൊണ്ടു നടക്കുക. അതായത് ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് അനുസരണക്കേടിന്റെ ആത്മാവ് വന്നു. അതാണ് അവന്റെ ആത്മാവ്. എതിരാളിയുടെ ആത്മാവിന്റെ പ്രത്യേകത അനുസരണക്കേടിന്റെ ആത്മാവ്. ഹൃദയത്തിൽ അശുദ്ധാത്മാവ് വന്നു. ദൈവപുത്രന് വിരോധമായിട്ട് അശുദ്ധാത്മാവ് വന്നു.
മുഖത്ത് ദൈവതേജസ്സിന് പകരം ലജ്ജയും വന്നു. ഇത്രയും കാര്യങ്ങളാണ്. അത് ശരി. മനുഷ്യൻ ദൈവത്തിന്റെ മന്ദിരം എന്നുള്ള നിലയ്ക്ക് നിന്ന് മാറി ദൈവത്തിന്റെ എതിരാളിയായ സാത്താന്റെ മന്ദിരമായി തീർന്ന കാര്യം പറയുക. അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു, ഹൃദയത്തിൽ പുത്രത്തിന്റെ ആത്മാവുണ്ടായിരുന്നു, മുഖത്ത് തേജസ്സുണ്ടായിരുന്നു. ഇവൻ എതിരാളിയുടെ വചനം വിശ്വസിച്ച് അനുസരിച്ചതോടുകൂടി ശരീരത്തിൽ പരിശുദ്ധാത്മാവ് മാറി അനുസരണക്കേണ്ട ആത്മാവ് വന്നു. എഫേസ്യർ ലേഖനം 2:1. അവിടെ നിന്ന് ഹൃദയത്തിൽ നിന്ന് പുത്രത്തിന്റെ ആത്മാവ് മാറിയതിനു ശേഷം ദുരാത്മാവ് വന്നു. ലൂക്കോസിന്റെ സുവിശേഷം. അതായത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ തണുപ്പന്വേഷിച്ച് നടക്കുന്നു. കർത്താവിനെ അറിയുമ്പോൾ അത് വിട്ടുപോകുന്ന ഹൃദയത്തിൽ അശുദ്ധാത്മാവ് വന്നു. മുഖത്ത് ദൈവ തേജസ്സിന് പകരം ലജ്ജയും വന്നു. ഇതാണ് ഒരു മനുഷ്യൻ പാപത്തിൽ ചെന്ന് ചേർന്ന അവസ്ഥ. ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇങ്ങനെ വന്ന ഒരു മനുഷ്യൻ ഇനി ദൈവത്തിന്റെ വചനം അങ്ങോട്ട് കടക്കാതിരിക്കാൻ കയറിയവൻ. ചില ജീവികളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. പൊത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊത്തങ്ങ് അടയ്ക്കും, വേറെ ഒന്നും കയറാതിരിക്കാൻ. ഇതുപോലെ മനുഷ്യന്റെ ചെവി അങ്ങ് അടച്ചു കളയും. ഒരിക്കലും ഇനി ദൈവത്തിന്റെ വചനം അകത്തേക്ക് പ്രവേശിക്കരുത്. കാരണം ദൈവത്തിന്റെ വചനം അകത്തേക്ക് പ്രവേശിച്ചാൽ, അത് വിശ്വസിച്ചാൽ ഇവന് ഇറങ്ങി പോകേണ്ടി വരും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അവൻ്റെ മേൽ വരും. അനുസരണക്കേണ്ട ആത്മാവ് മാറേണ്ടി വരും. അശുദ്ധാത്മാവ് ഇറങ്ങി പോകേണ്ടി വരും. അതുപോലെ തന്നെ മുഖത്ത് ലജ്ജ മാറി തേജസ് വരികയും ചെയ്യും. ഇത് സംഭവിക്കാതിരിക്കാൻ അങ്ങ് അടയ്ക്കുക. അടച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തിന് ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ആരുടെയും അനുവാദമൊന്നും വേണ്ട. പക്ഷെ ഒരു വിഷയമുണ്ട്. അന്ന് സീനായി മലയിൽ വെച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്ത വചനം, ആ വചനം ശക്തിയോടെ വരുമ്പോ, അയ്യോ ഇനി ഞങ്ങളോട് ആ ശബ്ദം പറയല്ലേ, കേട്ടാ ഞങ്ങൾ മരിച്ചു പോകും. കാരണം ജീവന്റെ വചനമാ. പാറയെ തകർക്കുന്ന ചുറ്റികയാ, തീയാണ്. അതൊരു മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്നത് ദുരാത്മാവാണെങ്കിൽ ആ മനുഷ്യ തകർത്ത് കളയും. മനുഷ്യന് ദോഷം വരും. അതുകൊണ്ട് ഈ വചനം അവനിലേക്ക് വരുന്നില്ല. കാരണം ഇനി ഇവനിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഇവൻ പാപിയാണ്. ഇവൻ പാപിയാണ്. പാപത്താൽ ശത്രുവിന്റെ മന്ദിരമായി തീർന്നതാണ്. ഇനി ഇതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവൻ ആദ്യം മരിക്കണം. ഇവൻ മരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആ വ്യവസ്ഥ അനുസരിച്ചോണം ഇവൻ മരിക്കാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി വചനം ചെന്ന് പഴയ നിലയിൽ മുഖത്ത് തേജസ്സും ഹൃദയത്തിൽ പുത്രത്തിന്റെ ആത്മാവും ശരീരത്തിൽ പരിശുദ്ധാത്മാവും വസിക്കാമെന്ന് വിചാരിക്കേണ്ട. ആ വഴി അങ്ങ് അടച്ചു. ഇനി അതിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ഇനി ഇതിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നമ്മളിവിടെ ചിന്തിക്കുന്നത്, ആദ്യം മുതൽ ചിന്തിച്ച വചനങ്ങൾ ഓർത്തുകൊള്ളണം. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു.
കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. എന്നാൽ കേൾക്കുന്നത് ആര്, കേൾക്കാത്തത് ആര് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ കർത്താവ് തേജസ്കരിക്കപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. ഞാൻ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, നീ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ചുറ്റും നിന്നൊരു ഇടിയുണ്ടായിരുന്നു. അവർ കേട്ട ശബ്ദം അതാ, ഇടിയുണ്ടായി. എന്തോ ഭയങ്കര ശബ്ദം കേട്ടു. അപ്പൊ ഓരോരുത്തരുടെയും ജീവിതം അനുസരിച്ചിട്ടാണ് അവർ കേൾക്കുന്ന ശബ്ദം എന്നാണ് പറഞ്ഞത് അർത്ഥം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ് മനുഷ്യന്റെ ശരീരം. ദൈവത്തിന് ഇതിലേക്ക് പ്രവേശിപ്പാൻ വചനത്തിൽ കൂടിയാണ്. വചനത്തിൽ കൂടി വചനത്തിൽ പ്രവേശിപ്പാൻ വചനം വിശ്വസിക്കണം. ആ വചനം വിശ്വസിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ ഇനി സാധ്യമല്ല. കാരണം രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. എന്നാൽ രക്തം ചൊരിഞ്ഞിട്ട് വിമോചനമുണ്ടായി അവനകത്തേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം വിശ്വാസത്താൽ യാഗം കഴിച്ചവരുണ്ട് പഴയ നിയമത്തിൽ. വിശ്വാസത്താൽ യാഗം കഴിച്ചു. അവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം പ്രവേശിക്കാൻ എങ്ങനെ സാധിച്ചു? ഈ അടഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ചെവികളിൽ ദൈവത്തിന്റെ വചനം പ്രവേശിപ്പാൻ എങ്ങനെ സാധിച്ചു? അതിനാണ് സങ്കീർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നത്. 40-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു. തുളച്ച ചെവി, തുളയ്ക്കാത്ത ചെവി എന്നിങ്ങനെ 2 ഭാഗമായിട്ട് തിരിയുകയാണ്. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ മനുഷ്യനെ അകത്തേക്ക് പ്രവേശിപ്പാൻ വിശ്വാസത്താൽ, കേൾവിയാൽ, വചനത്താൽ പ്രവേശിപ്പാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ മാറ്റി ഇനി അകത്തേക്ക് പ്രവേശിപ്പാൻ സാധ്യമല്ലാത്ത രീതിയിൽ ചെവി അടച്ചിരിക്കുക. ശത്രു ചെവി അടച്ചിരിക്കുക. ഈ ചെവിയാണ് തുളയ്ക്കേണ്ടത്. തുളയ്ക്കണം. അതിനാണ് തുളച്ച ചെവിയും തുളയ്ക്കാത്ത ചെവിയും. തുളയ്ക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് പ്രകാരമാണ്. 36:15 വായിക്കുമ്പോൾ, അവൻ അരിഷ്ടനെ അവന്റെ അരിഷ്ടതയാൽ വിടുവിക്കുന്നു, പീഡയിൽ തന്നെ അവരെ ചെവി തുറക്കുന്നു. ഇതാണ് ക്രിസ്തീയ പീഡയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നവൻ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പീഡിപ്പിക്കപ്പെടും. അവിടെയാണ്. അതുകൊണ്ടാണ് ഒരിക്കലും കർത്താവ് നമുക്കൊരു പീഡ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്താൽ മതി, കർത്താവേ നീ എൻ്റെ ചെവി തുളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നേ ചിന്തിക്കാവൂ. കാരണം നേരെ പാട്ടിന് വചനം കേൾക്കില്ല. നേരെ ചെന്ന് ഒരാളോട് വചനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കില്ല. ഞങ്ങൾ ഒരിക്കൽ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് ചെന്നതാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഞങ്ങളുടെ സഭയിൽ നിന്ന് പ്രാർത്ഥനാ ക്രമം തന്നിട്ടുണ്ട്. 2 നേരം പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അതിൻ്റെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പരിഹസിച്ചതുപോലെ
പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അതേ വഴിക്ക് പോയപ്പോൾ അതേ വീട്ടിൽ തന്നെ ഭവനത്തിൽ വിളിച്ച് അകത്ത് കയറ്റി എല്ലാവരും തലയിൽ തുണിയിട്ട് വന്ന് നിന്ന് സുവിശേഷം കേട്ടു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോരാനിടയായി തീർന്നു. ഈ വ്യത്യാസത്തെക്കുറിച്ച് അന്വേഷിച്ചു. എന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസം? അവർക്ക് കഴിഞ്ഞ വർഷം ഒരു പെര പണിതു. ഭവനം പണിത് കഴിഞ്ഞപ്പോൾ വലിയൊരു സംഖ്യ കടം വന്നു. അതായത് പണിത ഭവനവും കിടപ്പാടവും കൂടെ വിറ്റാ തീരാത്ത തരത്തിൽ ഒരു കടമായിത്തീർന്നു. അപ്പോൾ ഏത് സമയത്തും തങ്ങൾ തകർന്നു പോകുന്ന തരത്തിൽ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഭവനം നിൽക്കുന്നത്. കിടന്ന ഉറക്കമില്ല. കുഞ്ഞുങ്ങളുടെ നേരെ നോക്കുമ്പോൾ ഭയമാണ്. ഇങ്ങനെ പകൽ വേദന അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മളോട് പറഞ്ഞതിന് 2 വർഷം മുമ്പ് അവർക്ക് സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്കത് കേൾക്കാനുള്ള മനസ്സില്ല. അതിന് കാരണം ചെവി തുളച്ചിട്ടില്ല. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ചെവി അങ്ങ് തുളച്ചു. ഇപ്പം സുഖമായിട്ട് വചനം കയറും. തുളച്ച ചെവികൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ചെവി തുളയ്ക്കുമ്പോൾ മറുത്ത് നിൽക്കരുത്. കർത്താവ് എന്തെങ്കിലും കഷ്ടതയും ഞെരുക്കതയും കൂടി കടന്നുകൊണ്ട് പോകുമ്പോൾ കടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ചെവി തുറക്കുന്നതാണെന്ന് ഓർത്ത് കൊള്ളണം. ആ സമയത്ത് എതിർത്ത് നിൽക്കരുത്. എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ചെവി തുറക്കാൻ പറ്റില്ല. ആ വാക്യം നമ്മൾ വായിക്കാം. 50-ാം അധ്യായത്തിൻ്റെ യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. എന്തെല്ലാം അനുഭവിച്ചെന്നറിയോ? അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് ഞാൻ എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല. പീഡ അനുഭവിക്കുക. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. ഈ ഇത്രയും പീഡ അനുഭവിച്ചപ്പോൾ കർത്താവ് ചെവി തുറക്കുമായിരുന്നു. അതുകൊണ്ടാണ് അതിന് പറയുന്നത് കഷ്ടത വരമാണ്. പീഡ എന്ന് പറയുന്നത് ദൈവം തൻ്റെ വചനത്തെ പ്രവേശിപ്പാൻ ചെവി തുറക്കുന്ന ഭാഗമാണ്. ഒരിക്കലും അതിനെ നിഷേധിക്കരുത്. അതിനെക്കുറിച്ച് അറിവുള്ളവർ ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കർത്താവെ അടിയനോട് അരുളി ചെയ്തത് ചെയ്യാനുള്ള വചനം എന്താണ് അരുളി ചെയ്യുന്നത്? ഇങ്ങനെ ചെവി തുറന്ന ഒരു കൂട്ടരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് 1 തെസ്സലോനിക്യ ലേഖനം 1:6. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഭയങ്കര കഷ്ടമാണ്. ഒരു കഷ്ടമല്ല, പലവിധ കഷ്ടങ്ങളാണ്. തെസ്സലോനിക്യ സഭയ്ക്ക് ബഹുവിധ കഷ്ടങ്ങളാണ്. ഇത്രയും കഷ്ടത വന്നപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഒരു വചനം കൈക്കൊണ്ടു. ഈ ബഹു കഷ്ടം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് ഈ ചെവിയൊന്ന് തുളച്ച് വചനകത്ത് കയറാൻ. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൽ തന്നെ വന്നിട്ട് 2 കൂട്ടർ ഇപ്പോഴും ഉണ്ട് ദൈവസഭയിൽ തന്നെ. തുളച്ച ചെവികളുള്ളവരും തുളയ്ക്കാത്ത ചെവികളുള്ളവരും. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വചനം പറഞ്ഞ് എത്ര ശുശ്രൂഷ ചെയ്താലും കുടം കമത്തി വെച്ചതിന് വെള്ളശേഷം വെള്ളം ഒഴിക്കുന്ന പോലെ ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് അധികം മനുഷ്യൻ. അധികം. കാരണം എന്താ? ചെവി തുളച്ചിട്ടില്ല. എന്താ ചെവി തുളയ്ക്കാത്തത്? ചെവി തുളയ്ക്കാനായിട്ട് ഇത്തിരി കഷ്ടത എന്തെങ്കിലും വരുമ്പോഴത്തേക്കും പ്രശ്നമാണ്. സഹിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞ് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കൂടെ വാഴാൻ വേണ്ടിയിട്ടാണ് ഈ ചെവി തുളച്ച് വചനകത്ത് പ്രവേശിക്കാൻ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി വെക്കുന്നതാണ് പീഡ, കഷ്ടത. ആ സമയത്ത് മറുത്തു നിന്നാൽ എങ്ങനെയാ?
എന്നാൽ ചെവി തുറക്കുമ്പോൾ മറുത്ത് നിൽക്കാതെ അത് അനുഭവിച്ചവരെ കുറിച്ച് വചനം പറയുകയാണ്. അവിടെയാണ് വചനം പറയുന്നത്, നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു, ഹോമയാവും പാപയാവും നീ ചോദിച്ചില്ല, എൻ്റെ ദൈവം നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെട്ടു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുള്ളത് വചനത്തിൽ കൂടിയാണ്. ആ വചനം ഹൃദയത്തിൽ വേണം. ഹാബേലിലും അവന്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചെന്ന. ഹാബേൽ നടത്തിയ യാഗത്തിന് ആധാരമായിട്ടുള്ള വചനം ഹാബേലിന്റെ ഹൃദയത്തിലുണ്ട്. ഹാബേലിന്റെ ഹൃദയത്തിൽ ഈ വചനം കയറിയത് എങ്ങനെയാ? ദൈവത്തിന്റെ വചനം പറയുന്നത്, പീഡയിൽ തന്നെ ചെവി തുറക്കും, ചെവി തുളയ്ക്കും. ശത്രു അടച്ചു വെച്ച ചെവി കർത്താവ് പീഡ അനുഭവിക്കാൻ അവസരം കൊടുത്ത് തുളയ്ക്കും. തുളച്ച് വചനകത്ത് കയറ്റും. വചനകത്ത് ചെന്ന് കഴിയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലായി, അവൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തവനാണ് ദൈവത്തിന്റെ ഇഷ്ടം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തവനാണ് ഇതാ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നത്. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇവിടെ ഉദ്ദേശിച്ചത് തുളച്ച ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ ചെവി തുളയ്ക്കുമ്പോൾ മറുത്തു നിൽക്കാതെ ചെവി തുളയ്ക്കപ്പെട്ട് ദൈവത്തിന്റെ ഇഷ്ടം വചനമായി ഹൃദയത്തിൽ പ്രവേശിച്ച് ആ വചനപ്രകാരം പ്രവർത്തിക്കുന്നവന് ദൈവത്തിന്റെ പ്രസാദമുണ്ട്. അവൻ നിത്യജീവനെ പ്രാപിക്കും. ഇങ്ങനെയുള്ളവനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാളെ കർത്താവിന്റെ ഗംഭീരനാദം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ മരിച്ചവരിലും ഇടയിൽ നിന്നും ജീവികളുടെ ഇടയിൽ നിന്നും ഈ ശബ്ദം കേൾക്കണമെങ്കിൽ, ഈ ശബ്ദം കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കണമെങ്കിൽ ചെവി തുളയ്ക്കപ്പെട്ടവനായിരിക്കും. മറച്ചു നിൽക്കാതെ ചെവി തുളച്ച് ദൈവത്തിന്റെ ഇഷ്ടം വചനമായി ഹൃദയത്തിൽ പ്രവേശിച്ചവനായിരിക്കണം. പ്രവേശിച്ച വചനം അനുസരിച്ചവനായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ആ ശബ്ദം കേൾക്കും. ഒരു തടസ്സം ഉണ്ടാവില്ല, ഒരു ഇടർച്ച ഉണ്ടാവില്ല. അല്ലാത്തതൊക്കെയും തുളയ്ക്കാത്ത ചെവിയായിട്ട് ഇത് കാത്തിരുന്നു കഴിഞ്ഞാൽ, തുളയ്ക്കാത്ത ചെവിയുമായിട്ട് കർത്താവിന്റെ പ്രത്യക്ഷതയെ കാത്തിരുന്നു കഴിഞ്ഞാൽ എന്ത് കേൾക്കും? എങ്ങനെ കർത്താവിന്റെ ശബ്ദം ഉള്ളിൽ പ്രവേശിക്കും? സ്വർഗത്തിൽ നിന്ന് കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ ഒന്നാമത് പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് കർത്താവ് തന്നെ ഗംഭീരനാദമാണ്. ഭയങ്കര ഒരു ശബ്ദമാണ്. ഈ ശബ്ദം അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് പണ്ട് സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ പറഞ്ഞത്, ഇനി ശബ്ദിക്കല്ലേ, ഇനി ഞങ്ങളോട് സംസാരിക്കല്ലേ, ഇനി ഈ ശബ്ദം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. അതിനാണ് കർത്താവ് വഴിവെച്ച് ചെവി തുളച്ച് കാൽവരിയിലെ യാഗത്താൽ ക്രൂശിന്റെ വചനം അകത്ത് പ്രവേശിപ്പിച്ച് അശുദ്ധാത്മാവിനെ നീക്കി. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഇതിനകത്ത് ക്രിസ്തു വസിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിലുള്ള അവിശ്വാസം മുഖാന്തരം ക്രിസ്തു ഇറങ്ങിപ്പോയി. ആ സ്ഥാനത്ത് അശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. വചനം കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് മത്തായി സുവിശേഷം 12:43 എഴുതിയിരിക്കുകയാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. താൻ പുറപ്പെട്ടു വന്ന തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെയായി കൂട്ടിക്കൊണ്ടു വന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്ക് അങ്ങനെ ഭവിക്കും.
സംഭവിക്കാന്നറിയാം. യേശുവിനെ അറിഞ്ഞു, യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. ഈ അകത്ത് കിടന്നിരിക്കുന്ന അശുദ്ധാത്മാവ് പോയി. വചനം കേട്ട് വിശ്വസിച്ചു, ശരീരത്തിൽ പരിശുദ്ധാത്മാവും വന്നു. ഇനി ഇത് അനുസരിക്കണം, ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം. അപ്പോൾ ഈ അശുദ്ധാത്മാവ് ഉള്ളിലിരിക്കുന്ന കാലത്തോളം കർത്താവിൻ്റെ ഗംഭീരനാദം കേട്ട് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഓടി ഒളിക്കും, ഭയപ്പെട്ടു പോകും. ഇനി ആ ശബ്ദം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കത്തക്കവണ്ണം അത്ര ഭയങ്കരമായിരിക്കും. ആ ശബ്ദം അത്ര ഭയങ്കരമായിരിക്കും. ഇങ്ങനെ കർത്താവിനെ അറിയുമ്പോൾ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് അവിടെ നമ്മൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം പുറപ്പെട്ടു പോവുക. ഇത്രയും കാലം ആദാമ്യ പാപം മുതൽ ഇത്രയും കാലം തലമുറയായി ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതുണ്ട്. അതാ യേശു പറഞ്ഞത്, തനിക്ക് ആരുടെയും സാക്ഷി ആവശ്യമില്ല. കാരണം മനുഷ്യനിൽ സ്വതവേ ഉള്ളത് എന്തെന്ന് യേശു അറിഞ്ഞിരുന്നു. നമ്മൾ എത്ര ശ്രേഷ്ഠത പറഞ്ഞാലും, നമ്മൾ എത്ര പുകഴ്ച പറഞ്ഞാലും, മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് യേശുവിനറിയാം. തനിക്ക് തൻ്റെ ആരുടെയും കുറിച്ച് തനിക്ക് സാക്ഷി ആവശ്യമില്ല. അത്രമാത്രം മാനവരാശിയെക്കുറിച്ച് യേശുവിനറിയാം. ഈ അശുദ്ധാത്മാവ് അങ്ങ് വിട്ടുപോയതിനു ശേഷം പലരും തങ്ങൾ ദുഷ്ടത കളയാതെ ജീവിച്ചു. ഈ അശുദ്ധാത്മാവ് വേറെ 7 ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു ആ ഭവനത്തിൽ കയറി പാർത്ത്. പിന്നെ പ്രശ്നങ്ങൾ. അതാണ് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഈ വഴി വിട്ടുകളതിനേക്കാൾ ഇത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു പറയാം. അപ്പോൾ എല്ലാവരും കർത്താവിനെ കാത്തിരിക്കുന്നവരും കർത്താവ് താൻ ഗംഭീരനാദം പുറപ്പെടുവിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. നല്ല കാര്യം. എന്നാൽ ആ ശബ്ദം അവിടെ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഓടി ഒളിക്കുന്നത് എത്ര പേരുണ്ടാവും? ശ്രദ്ധിച്ചു നിന്ന് കേൾക്കുന്നവർ എത്ര പേരുണ്ടാവും? യേശുവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ആ ശബ്ദം പ്രവേശിച്ച് അവൻ പ്രാഗൽഭ്യമുള്ളവനായിത്തീരുന്ന. കാരണം ഈ ശബ്ദം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ എന്നെ കർത്താവ് വിളിച്ച നാൾ മുതൽ തുളയ്ക്കുകയായിരുന്നു ചെവി. എൻ്റെ ചെവി തുളയ്ക്കുകയായിരുന്നു. പീഡയിലും കഷ്ടതയിലും അരിഷ്ടതയിലും കൂടി തന്നെ എൻ്റെ ചെവി തുളച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ പ്രവേശിപ്പിച്ച് അതെന്നെ കൊണ്ട് അനുസരിപ്പിച്ച് ഇന്ന് ഉടയവൻ്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം എന്നെ പ്രാഗൽഭ്യമുള്ളവനാക്കി തീർത്തവനാണ് യേശു. എനിക്ക് ഇടർച്ചയ്ക്ക് എന്ത് കാര്യം? കർത്താവ് താൻ ഗംഭീരനാദം പുറപ്പെടുവിക്കുമ്പോൾ എനിക്ക് ഇടർച്ചയ്ക്ക് എന്ത് കാര്യം? ഒരു ഇടർച്ചയുമില്ല, പ്രാഗൽഭ്യമാണ്. എന്നാൽ അനേകർ ചെവി തുളയ്ക്കാത്തവർ ഇടറിപ്പോകുന്നു. ദൈവേഷ്ടം അറിയാത്തവർ ഇടറിപ്പോകുന്നു. ദൈവേഷ്ടം ചെയ്യാൻ തക്കവണ്ണം ഹൃദയത്തിൽ വചനം പ്രവേശിക്കാത്തവർ ഇടറിപ്പോകുന്നു. കർത്താവ് അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്. ആ ഭയങ്കര ശബ്ദം നാം കേൾക്കാൻ പോവുകയാണ്. അന്ന് പ്രാഗൽഭ്യത്തോടെ നിന്നുകൊണ്ട് തുളച്ച ചെവികളിൽ കൂടി, വചനം പ്രവേശിച്ച ചെവികളിൽ കൂടി, വചനം ഉള്ളിൽ ചെന്ന് അതനുസരിച്ച ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ മഹാശബ്ദം പ്രവേശിപ്പാനുള്ള നാഴിക വരുന്നു. ഇടർച്ചയില്ലാതെ അത് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.